ഈരാറ്റുപേട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ ഒരു ഈരാറ്റുപേട്ട? വെറുതെ അല്ലടോ താൻ നടനാകാതെ ഡ്യൂപ്പായി പോയത്. 10,000 രൂപയൊക്കെ വെറുതെ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞ വെറുതെ അല്ലല്ലോ അച്ചോ, അവിടെ അപ്പം തിരിച്ചു വരുമ്പോ തരികല്ലേ. പിന്നെ ചെല്ലപ്പൻ പിള്ളയല്ലേ, ആ കാശ് പോക്കറ്റ് അടിച്ച് പോയെന്ന് കരുതിയാ മതി. പോന്നേ പോട്ടെ, എന്തോരം കാശ് പൈല് വെള്ളമൊടിച്ചു കളയും. അത് വിട്, നിനക്ക് അവളോട് എന്തോ ഒരു ഇതുണ്ട് ഇല്ലേ? നീ അത് ചെയ്യല. എന്തോന്ന് ഇത്? ഒന്നുമില്ലേ? എന്തൊന്നുമില്ല. എന്നാ നീ ഒന്ന് കുമ്പസാരിച്ച്. അത് വേണ്ട. കണ്ടോ കണ്ടോ, അപ്പൊ ഞാൻ പറഞ്ഞതില് കാര്യമുണ്ട്. ഒരു കാര്യമില്ല. ഉണ്ടേലും സാരമില്ലടാ, നമുക്ക് അവളെ മാമോദിസ മുക്കാം. എന്തായാലും മറ്റവളെ മുക്കണം, എന്നാ പിന്നെ ഹോൾസെയിലായിട്ട് അങ്ങ് മുക്കാം. അച്ചോ, ഒരു ഫൈറ്ററുടെ ജീവിതം എന്ന് വെച്ചാൽ അതൊരു തരം ഞാനുമേ കളിയാ. കാത്തിരിക്കാൻ ഒരാളുണ്ടെന്നൊരു തോന്നൽ വന്നാൽ ചിലപ്പോൾ കാലടറിപ്പോ എന്ന് വെച്ച് പൈലിക്ക് അങ്ങനെ ഒരാൾ വേണമെന്ന് തോന്നിയിട്ടില്ലെന്ന് ചോദിച്ചാ ഉണ്ടായിരുന്നിരിക്കാം എപ്പോഴെങ്കിലും ഒക്കെ. ഈരാറ്റുപേട്ടയെന്ന് ഒരു ഗതിയും പരഗതിയില്ലാതെ ബോംബെയിലോട്ട് തെണ്ടാൻ പോയ പൈലി, അങ്ങനെയായിരിക്കും അച്ഛന്റെ ധാരണ. കുടുംബത്തിൽ പറഞ്ഞ അച്ഛോ ഞാനും മാങ്കോയിക്കലെന്ന് പറയും. മൂത്ത മകനാ ഞാൻ. മാങ്കോയിക്കൽ അവർ അച്ഛന്റെ പൊന്നുമോൻ. ഹിന്ദി സിനിമയിലെ ഞൗണാന്മാർക്ക് അടിമപ്പണി ചെയ്യുന്ന ഡൂക്കില് ഡൂപ്പ് സ്റ്റണ്ട് നടൻ. ഹീറോയ്ക്കും വില്ലനും ഡൂപ്പ് കളിച്ച് തീക്കകത്തോട്ട് എടുത്ത് ചാടും. കപ്പലിൽ നിന്ന് വീഴും. 10ാം നിലയിലോട്ട് ഏണിയില്ലാതെ പിടച്ചു കയറിട്ട് കൈവിടും. താഴെ എന്തുമാത്രം ബെഡും വലയും പിരിച്ചാലും ഈ പുറന്തല്ലി വീഴുമ്പോ തലമുറകൾ കുടിച്ച മുലപ്പാല് കക്കി പോവച്ചോ. ഒരുപാട് കക്കിയിട്ടുണ്ട് പൈലി. 1.5 രൂപ കൊടുത്ത് സിനിമ കാണുന്നവന്റെ കൈയടി പോലും നമുക്ക് കിട്ടുകയല്ല. അത് മുഴുവൻ മറ്റവും കൊണ്ടുപോകും പാവാവിനെ നടത്തുന്ന ഞൗണാൻ. 8ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി എനിക്ക് ഇത്രയും കാശ് വേറെ ഏത് പണി ചെയ്താ കിട്ടുവച്ചോ. കടം കൊണ്ട് നിക്കക്കള്ളിയില്ലാതായപ്പോ അപ്പം പോയി, വിഷം കഴിച്ചു. എനിക്കോ ജോസ് കുട്ടിക്കോ ഒരു നേരത്തെ ആഹാരത്തിന് പോലും പ്രയോജനം കിട്ടാത്ത 4 വരി എഴുതി വെച്ചിട്ട്. മോനെ പൈലി, മനസ്സിന് കട്ടിയില്ലാത്തോണ്ട് ഈ അപ്പനങ്ങ് പോവുക. പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലടാ. നീ എങ്ങനെ നിന്ന് പഴയ്ക്കണം? കാക്കക്കാലെ പോണ പ്രായോ ജോസ് കുട്ടിക്ക്. അമ്മയില്ലാത്ത കുഞ്ഞ, അവനെ നീ നോക്കണം. ശവക്കുഴി വെട്ടിയവൻ കടത്തിന് കുഴിവെട്ടി. ശവപ്പെട്ടിയും കുന്തിരിക്കവൻ കടം കിട്ടി. വികാരിയച്ഛൻ കുഴിക്കാടം മേടിച്ചില്ല, കൊടുക്കാനില്ല. അത്രയ്ക്ക് പരമതന്റെയായിട്ട് എന്റെ അപ്പം പോയത്. മോനെ, കട 1 2 ആയിരുന്നില്ല അച്ചോ, ലക്ഷങ്ങളാ. അത് മുഴുവൻ ഞാൻ വേലെടുത്ത് വീട്ടി. ഗ്രാനൈറ്റിന്റെ കല്ലറ ഇല്ലേലും എന്റെ അപ്പനിപ്പോ ഇടവക സിമിത്തേരിൽ സുഖമായിട്ട് കിടക്കാം. മാലാകമാരൊന്നും അങ്ങേരെ എനിക്ക് പറ്റിയിരുകാരൊന്നും വിളിക്കല്ല. അപ്പം മരിക്കുമ്പോ ജോസ് കുട്ടിക്ക് 1 വയസ്സ് തികയല്ല. കാക്കയ്ക്കും പരത്തിനും കൊടുക്കാതെ ഒരല്ലലും അറിയിക്കാതെ ഞാൻ ഇത്രയും കാലം നോക്കി. അവന്റെ കല്യാണം നടത്തണം. ഹിന്ദു എങ്കിൽ ഹിന്ദു, അവള് മുങ്ങിയാ മുങ്ങി, ഇല്ലെങ്കിൽ വേണ്ട. അതും കൂടെ കഴിഞ്ഞാൽ മടങ്ങാം. ബാധ്യതകളൊന്നും ബാക്കി വെക്കാതെ പൈലിക്ക് മടങ്ങാം. അച്ഛൻ വരുന്നു എന്റെ ഇവിടെ. ബോംബയ്ക്കോ? എവിടെ വേണേലും പോവാച്ചോ. ഈ ഭൂമിയുടെ അറ്റം വരെ വേണേ പോവാം. നമുക്ക് ഇതിൽ പോവാച്ചോ. എന്താ വരുന്നോ? പോട്ടോ. பைலி இல்லை, வேந்தம் பைலி. நான் பெருமாள், வரதராஜ பெருமாள். ஆனால் யாரும் என்னை பேர் சொல்லி கூப்பிட மாட்டாங்க. அண்ணாச்சின்னு மரியாதையை தான் கூப்பிடுவாங்க. ஓ அட நெல்லுப்பா, உன்னை பார்க்க தானே வந்தேன். என்ன എന്തിന്? கொஞ்சம் பேசணுமே. അതിനെന്താ അണ്ണാച്ചി, ഇഷ്ടം പോലെ പേശിക്കോ. நேற்று நீ அடிச்சில்லையா பத்ரன், அவன் என்னோட ஆளு. ഓ അതെ, പട്ടിയെ വളർത്തുകയാണെ കെട്ടിയിട്ട് വളർത്തണം. അല്ലാതെ ഇങ്ങനെ തെണ്ടാൻ വിട്ടാനുണ്ടല്ലോ, നാട്ടുകാര് ചളക്കി പണ്ടാരടക്കളി. இரு 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 இரு, அவன் பண்ணது தப்பு தான். அது கொண்டு தானே மாப்பு கேட்கறதுக்கு அவனை கூப்பிட்டு நான் ഇവിടെ വന്നത്. അത് ശരി, അപ്പൊ അവൻ ഇതിനകത്തുണ്ടായിരുന്നല്ലേ? പണിയാവുന്ന പണി മുഴുവൻ. இரு இரு இருப்பா இருப்பா, அமைதியா இருக்கண்ணா. உன்னால எத்தனை நாள் அடிக்க முடியும்? 5 10 இல்ல அதுக்கு மேலையா? ஆனா அதுக்கு மேல ஏற பேர் என்னுண்டு. என்னாலும் நான் தனியா விட வந்தேன். എന്തിന്? അതിപ്പോ എനിക്കെങ്ങനെ അറിയാടോ അണ്ണാച്ചി? வயலே, உன்னை எனக்கு வேணும். நீ என்னோட இருப்பியா? உனக்கு எவ்வளவு சம்பளம் வேணும்? நீயே പറ. ചോദിക്കുന്ന കൂലിയെന്ന് പൈലിയെ വേലക്ക് നിർത്താൻ മൊയിലാളിക്ക് മൊയിലാവുക. മൊയിലാളി, உனக்கு எவ்வளவு வேணுமோ அவ்வளவு நான் தர்றேன். ஆனா நீ என்னோட இருக்கணும். நீ பறஞ்சால் கேட்கறதுக்கு இவட நிறைய பேர் உண்டு, அதை யூட்டிலைஸ் பண்ணிக்கணும். அந்த முட்டாள் ஃபாதர் கூட நீ பறஞ்சா கேட்பான். விட்டுற சொல்லு, சமரம் கிமரம் எல்லாத்தையும் விட்டுற சொல்லு. என்ன பையில யோசிக்கிற? இதை பார், நான் எதையும் தனிச்சு சாப்பிட மாட்டேன், പകുത്ത് താൻ സാപ്പിടുവേ. അപ്പൊ തന്നെ പൊണ്ടാട്ടി എങ്ങനെയാ? അതും പകുത്താണോ സാപ്പിടുന്നേ? നാട്ടുകാർക്ക് മുഴുവൻ കൊടുത്തതിന്റെ ബാക്കി എന്നെ യാർ നിனைச்சா നായേ? അമ്മ
പോ പോ മുതലാളി വന്നേ വേണ്ട டேய் வெளிய வரடா வந்தாங்க ஏடா போயிடுயா அவ சொல்ற மாதிரி போயிடுயா பின்னேடா പെരുമാളെ കയ്യിൽ തഴമ്പുള്ള കുറച്ച് ഹൈ റേഞ്ച് നസ്രാണികളെ നീ കണ്ടിട്ടുള്ളൂ. നെഞ്ചി തഴമ്പുള്ളവരെ നീ കണ്ടിട്ടുണ്ടോ? ജീവൻ കയ്യിലെടുത്ത് ഇങ്ങനെ തായം കെട്ടി കളിക്കുന്നവരെ. അങ്ങനെയുള്ള ഈ കൈവച്ചൊന്നും തന്നാലുണ്ടല്ലോ നീ ഈ വണ്ടിയിൽ പടമായിട്ടിരിക്കും. പിന്നെ ഇവനത് പൊളിച്ചോണ്ട് പോയി ഫ്രെയിം ചെയ്ത് മാലയിട്ട് വല്ല ഭിത്തിയിലും തൂക്കേണ്ടി വരും. ചുമന്നിട്ട് പോടാ. டேய் நான் எப்போ ஒரு முளை முன்னாடி தெரிவேன் அது உனக்கு இப்ப புரியாது போ போ புரியும். ആ ദിവസത്തെ പോലെ ഇന്നും കട തുറന്ന് വെച്ചിട്ടുണ്ട്. കടക്കാരെയൊക്കെ ഒഴിവാക്കിയിട്ട് റെഡി ക്യാഷ് എന്ന സാധനം വാങ്ങിച്ചുകൊണ്ട് ഉള്ളവരെ കടയിൽ എത്തിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടാക്കി തന്നെ. ആമേ കർത്താവേ. ചായ ഉണ്ടോ? ഓ അകത്തേക്ക് ഇരിക്കാം. ലൈറ്റോ സ്ട്രോങ്ങോ? അത് ചേട്ടന്റെ ഇഷ്ടം. ആ അത് കൊള്ളാം. ഒരാൾ ഇങ്ങനെ ചായ ചോദിക്കുന്നത് എന്റെ ചായക്കട ലൈഫിൽ ആദ്യമായിട്ടാ. സാർ ഈ നാട്ടിൽ ആദ്യം അല്ലയോ? ഓ കൂപ്പിലേക്ക് പോകുന്ന വഴി ആയിരിക്കും. അതെന്താ ഇത് കൂപ്പിലേക്കുള്ള വഴിയാണോ? അല്ല സാധാരണ കൂപ്പ് വിളിച്ചേക്കുന്നവരാ ഈ ജാതി വണ്ടിയിലൊക്കെ ഇവിടെ വരാറേ. അല്ലാതെ ആര് വരാനാ സാറേ ഈ കാട്ടുമുക്കിൽ? ഓ അത് ചുമ്മാ. പള്ളിക്കര എന്ന് പറഞ്ഞാ ഇപ്പൊ കേരളം മുഴുവൻ ഫേമസ് അല്ലേ? ഓ അത് ഈ കാര്യല്ല സാറേ. ഭൂമി കുലുക്കം ദുരിതാശ്വാസം എന്നൊക്കെ പറഞ്ഞ് നാണം കെട്ട രീതി ഫേമസ് ആയിട്ട് എന്നതാ കാര്യം? ഈ ഭാഗത്ത് ഒരുപാട് കരിങ്കൽ ക്വാറികൾ ഉണ്ടല്ലേ? ഉണ്ടോന്നോ? കോടതി ഉത്തരവ് കാരണം എല്ലാം നിർത്തിയിരിക്കുക. അല്ല സാർ ഇവിടെ ആദ്യാന്ന് പറഞ്ഞു, പിന്നെ ഇതൊക്കെ എങ്ങനെ അറിയാം? ടി വിയിലുണ്ടായിരുന്നല്ലോ നിങ്ങൾ സമരം നടത്തുന്നൊക്കെ. നിങ്ങളുടെ ഒരു ലീഡർ ഉണ്ടല്ലോ, ഒരു ഗാന്ധിയൻ പിള്ള. ഓ സാറിന്റെ ഒരു ഓർമ്മശക്തിയെ. ഒരു പ്രാവശ്യം ടി വി കണ്ടെന്ന് വെച്ച് പേരൊക്കെ ഓർത്തിരിക്കുവോ? നല്ല ചൂടുണ്ടേ. ആ എത്രയായി? 2. ഹലോ ഇത് വേണ്ടേ? ഇട്ടാ പിടിക്കാവോ? നിർബന്ധമാണേ നോക്കാം. പിടിച്ചോ. നേരെ പിടിക്കേ. ആ പിടി 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 പിടി. എന്റെ കർത്താവ്. സോറി, ഒരു അബദ്ധം പറ്റിപ്പോയി. ഓമനക്കുട്ടനല്ലേ? ആണെങ്കിൽ എന്താ, തന്റെ മൂത്ത് കണ്ടില്ലേ? ഇത്രയും മുഴുത്തൊരു സാധനം ഇവിടെ ഇരുന്നത് കണ്ടില്ലാന്ന് വെച്ചാ എന്ത് വേണമെങ്കിൽ ചെയ്യാം. എന്ത് ചെയ്യാന്ന്? എന്തും. എന്താണ് ഇയാൾ കാണിക്കുന്നത്? എന്താണ് ഈ കാണിക്കുന്നത്? ഇങ്ങോട്ട് മാറി നിൽക്കണോ? എക്സ്ക്യൂസ് മീ ഫാദർ. യെസ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബാസ്റ്റിൻ, സെബാസ്റ്റ്യൻ. എനിക്കൊന്ന് കുമ്പസാരിക്കണം. ഇപ്പോഴോ? കുർബാന തുടങ്ങാറായി, അതൊന്ന് കഴിഞ്ഞോട്ടെ. നോ ഫാദർ, അതുവരെ കാത്തിരിക്കാൻ എനിക്കാവില്ല. എനിക്കിപ്പൊ തന്നെ കുമ്പസാരിക്കണം. പ്ലീസ് പ്ലീസ് ഫാദർ.
കാര്യങ്ങളുടെ മൊത്തത്തിലുള്ള കിടപ്പ് വെച്ച് നോക്കുമ്പോ ഇതൊരു പ്ലാൻഡ് ഓപ്പറേഷൻ ആവാനാണ് സാധ്യത. ഇയാളാര് ശിവി എന്റെ ഈശോയെ, ആ പ്ലാനിങ് എങ്ങാനും പാളി ഏറെന്റെ തലയ്ക്ക് കൊണ്ടിരുന്നേലോ. എന്നാ നാട്ടുകാർ രക്ഷപ്പെട്ടനെ. തനിക്കൊന്നുമില്ലേലും ദേഹത്തൊന്നും പറ്റിയില്ലല്ലോ. എന്നെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളുകയില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. നിന്റെ കാര്യത്തിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ആർക്കായാലും നിന്നെ കണ്ട രണ്ടെണ്ണം തരാൻ തോന്നും. എന്നാക്കെ ആയാലും അവൻ ആള് മുറ്റ. എന്നാ ഉന്നവാ. അയ്യോ, എന്റെ സംശയം വല്ല മനുഷ്യക്കുരങ്ങ് വേണമെന്നാ, ഡൽഹിയിലൊക്കെ ഇറങ്ങിയ പോലെ. ഒന്ന് പോടാവേ. കുരങ്ങ് പള്ളി ചെന്ന് കുമ്പസാരിക്കൂ. പിടികിട്ടി, എല്ലാം പിടികിട്ടി. ഇവിടെ വന്ന ആരാന്നാ ആരാ? മാൻഡ്രേക്ക്. ആദ്യം ഫാൻറ്റം വന്നു, ഇപ്പൊ മാൻഡ്രേക്ക് വന്ന്, ഇനി ലോതർ വരും. മാജിക്കാരൻ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാടാ തിളച്ച ചായ ഒറ്റ വലിക്ക് കുടിക്കുന്നേ? എന്തേ എന്നതാ ഒരു മുഴക്കം കേട്ടത്? കർത്താവ് പിന്നെയും കുലുങ്ങ വന്നു. കല്ലുപൊട്ടി നിർത്തിയ പിന്നെ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുവായിരുന്നു. ഇതൊന്നും ആയിരിക്കില്ല. കോടതി വിധി മാനിക്കുക, കോറി അടച്ചുപൂട്ടുക, പള്ളിക്കരയുടെ ശാപമായ പെരുമാളിനെ അറസ്റ്റ് ചെയ്യുക, പള്ളിക്കരയുടെ ശാപമായ പെരുമാളിനെ അറസ്റ്റ് ചെയ്യുക, കോറി അടച്ചുപൂട്ടുക, കോടതി വിധി മാനിക്കുക, പള്ളിക്കരയുടെ ശാപമായ പെരുമാളിനെ അറസ്റ്റ് ചെയ്യുക, പള്ളിക്കരയുടെ ശാപമായ പെരുമാളിനെ അറസ്റ്റ് ചെയ്യുക, കോടതി വിധി മാനിക്കുക, കോറി പ്രവർത്തനം അവസാനിപ്പിക്കുക, പള്ളിക്കരയുടെ ശാപമായ പെരുമാളിനെ അറസ്റ്റ് ചെയ്യുക. പള്ളിക്കര പള്ളി വികാരി അല്ലേ അച്ചോ? സമരസമിതി കൺവീനർ ഗാന്ധി പിള്ള എന്ന് വിളിക്കുന്ന പിള്ളച്ചേട്ടൻ, ആമേ കറക്റ്റ്? അതെ. ഹലോ, ഞാൻ സെബാസ്റ്റ്യൻ, പുതിയ SI. എന്താ സാറേ ഇതൊക്കെ? കോടതി ഉത്തരവ് ഇങ്ങനെ പരസ്യമായിട്ട് ലംഘിക്കാതൊക്കെ പറഞ്ഞാൽ? അയ്യോ, പിള്ളച്ചേട്ടന് തെറ്റി. ഇതാ നോക്ക്, ഇതാണ് പുതിയ കോടതി ഉത്തരവ്. സെഷൻസ് കോർട്ടിന്റെ നിരോധനം 3 മാസത്തേക്ക് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. ഇവിടെ നിന്ന് വെറുതെ തൊണ്ട കീറാതെ സ്റ്റേ വെക്കേറ്റ് ചെയ്യാനുള്ള വല്ല മാർഗം ഉണ്ടോ നോക്ക്. കോടതി ഉത്തരവ് പെരുമാളിനും നിങ്ങൾക്കൊക്കെ ഒരുപോലെ ബാധകമാണ്. എന്ന് വെച്ചാ ഇനി 3 മാസത്തേക്ക് ഈ ക്വാറിക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് എന്റെ ഡ്യൂട്ടിയാണ്. ആമേ കറക്റ്റ് മിസ്റ്റർ പിള്ളൈ? കാര്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പിരിയാം. എന്താ, നമ്മൾ പിരിയുകയല്ലേ പിള്ളച്ചേട്ട? സാറിന്റെ ഇന്നത്തെ പെർഫോമൻസ് ഒന്ന് കാണണ്ടായിരുന്നു മുതലാളി. ഗാന്ധി പിള്ളത ഇങ്ങനെ പേര് വരല എന്ന് പോയി. അത്ര ആൾക്കാരുടെ ഒതുക്കത്തിൽ എങ്ങനെ സാധിച്ചു സാറേ? ഈ ഭാഗത്ത് ഏതാ മർമ്മം? അല്ല ഞൊട്ടോറുമല്ലോ ആണോ സാറേ? ആരായവൻ? നമ്മളാ ആളറിഞ്ഞ് കളിക്കട ചെറ്റേ. തരപ്പടി അല്ലാത്തവന്റെ തമാശ വേണ്ട. ക്ഷമിക്കണം സാർ. என்ன சமைக்கணா உள்ள போட. ஆனாலும் உன்னுடைய முன்கோபம் என்னுடைய தொழிலுக்கு கொஞ்சம் இடைஞ்சல் தான். உனக்கு ரொம்ப வெரி ஜாஸ்தி. എന്നാ കോപ്പായാലും നിങ്ങൾക്കൊരു ആവശ്യം വന്നപ്പോ ഞാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആര് വരോടോ ട്രാൻസ്ഫർ വാങ്ങി പട്ടിക്കാട്ടിലേക്ക്? ஓகே 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 ஒத்துக்கிறேன். செல்லப்பன் பிள்ளை இன்னும் 2 நாள்ல லோடோட வந்து சேர்ந்துருவான். முருகா, பள்ளியப்பா, வழியில எந்த இடைஞ்சலும் இல்லாம பத்திரமா லோட கொண்டு வந்து சேர்த்தப்பா. ഈ ബിസിനസ്സിൽ എനിക്കെന്താ ലാഭം? നിർത്തേ. ഈ 3 മാസം കൊണ്ട് താൻ ഈ നാട് മുഴുവൻ വെടിവെച്ച് തകർക്കുമെന്ന് എനിക്കറിയാം. ഇപ്പൊ പൊട്ടിക്കുന്നതിന്റെ 10 ഇരട്ടി ശക്തിയുള്ള എക്സ്പ്ലോസീവ്സ് അല്ലേ ഈ ലോഡ്? എടോ പാണ്ടി, താൻ ഈ മലനാട് മുഴുവൻ പൊട്ടിച്ചെടുത്താലും എനിക്ക് നോ പ്രോബ്ലം. ഇത് മുഴുവൻ താൻ പൊട്ടിച്ചോണ്ട് പോക്കോ, ഞാൻ കണ്ണടയ്ക്കാം. പക്ഷേ എന്റെ അന്ധതയ്ക്ക് എന്താ പ്രതിഫലം?
അത് കൊഞ്ഞം കൂടെ കുറയാമ ഞാൻ തരും പാസ്റ്റേൻ. ആ കളി വേണ്ട. അത്തരം ദാനങ്ങളൊക്കെ ഇപ്പൊ ഇവിടുന്ന് പോയവനെ പോലുള്ള തെണ്ടികളോട് മതി. കൂലി അതെന്റെ അവകാശമാണ്. ദാനം വേണ്ട. 50%, ലാഭത്തിന്റെ 50%. 50%. അതെ, 50%. 60 ചോദിക്കാനാ ഞാൻ വന്നത്. പക്ഷെ തന്റെ ട്രീറ്റ്മെന്റ് എനിക്ക് പിടിച്ചു. പിന്നെ താൻ പറഞ്ഞ കാട്ടുമുല്ലയുടെ മണമുള്ള മാടത്തത്ത, അതുകൊണ്ടൊക്കെയാ കുറച്ചത്. 50 മതി. അതിലൊരു ബാർഗൈനിങ് വേണ്ട. എന്താ വരുവാ. ഗുഡ് നൈറ്റ്. முதல்ல முதலாளி, பின்ன பெருமாள், அப்புறம் பாண்டி, கடைசியா டே பெருமாள். ഇതാണ്ടാ പോലീസ്. അതെ, ഞാനൊരു അല്പം ഓവറായി. അതുകൊണ്ടാണ് നിങ്ങളോടൊക്കെ മോശമായിട്ട് പെരുമാറേണ്ടി വന്നത്. വിഷമം തോന്നണ്ട, മറന്നുകളാ. പക്ഷേ 50% അതൊഴിച്ചെല്ലാം മറന്നുകളാ. എന്താ ഇത്? அது ஒரு முத்ரா, ஃபேண்டம் முத்ரா. ഫാൻറ്റം.